എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നേർച്ച. ഇടയ്ക്കൊരു നേർച്ചയ്ക്ക് അങ്ങനെ പോവാറുണ്ടെങ്കിൽ പോലും ഇത്രയും ടൈമൊന്നും അങ്ങനെ നിൽക്കാറില്ല. ജസ്റ്റ് പോവുക, അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട വെള്ള ജിലേബി വാങ്ങിക്കുക, അതുപോലെ ഒരു കോൺടോപ്പിൻ്റെ ഐസ്ക്രീം കഴിക്കുക, അത്രമാത്രം. എൻ്റെ നാത്തൂൻ്റെ വീട് എടക്കരയിലാണ്. അപ്പം അങ്ങനെ ആ ക്ഷണം സ്വീകരിച്ച് കാണാൻ പോയതാണ്. അവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് കുറേ പരിപാടികളുണ്ടായിരുന്നു. ഒപ്പന, ദഫ്മുട്ട്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. എല്ലാ പരിപാടികളും അടിപൊളിയായിരുന്നു. ദഫ്മുട്ടായാലും അതുപോലെ തന്നെ ഒപ്പനായാലും ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ ഓരോ ഡാൻസിനും അതിൻ്റെതായ പാട്ടും കൂടി കേട്ടാലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ യൂട്യൂബിൽ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് എനിക്ക് പാട്ട് ഓഫ് ചെയ്യേണ്ടി വന്നു. ഈ ടീംസിൻ്റെ ഓരോ ഡാൻസും അടിപൊളിയായിരുന്നു. ഒപ്പനായാൽ പോലും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാവരും അത്രയ്ക്കധികം ഇവരുടെ ഡാൻസ് ഇഷ്ടമായി. സിനിമാറ്റിക് ആയാലും ഒക്കെ ഓരോ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് ആ ഒരു ടൈമിൽ വന്നവർ നന്നായി കളിച്ചു. ഞാൻ വിചാരിച്ചു ഇത്രയും ടൈമിൽ ഇവർക്ക് എങ്ങനെ കളിക്കാൻ പറ്റുന്നതൊക്കെ. കാരണം ഓരോ ടൈം കഴിയുമ്പോൾ വീണ്ടും ഒരു കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുക, വീണ്ടും വീണ്ടും കളിക്കുക. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് ഈ ഒരു മോന് ഞങ്ങളുടെ നാട്ടിലെ ഒരു കുട്ടി ഗായകനായിട്ട്. അവൻ്റെ പാട്ട് അടിപൊളിയാണ്, നല്ല രസമാണ് അവൻ്റെ പാട്ട് കേൾക്കാൻ. ഒപ്പന മാത്രമല്ല, നല്ല അടിപൊളി ദഫ് ഒക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ മാപ്പിള പാട്ട് വെച്ചിട്ടുള്ള ദഫായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഒരു കളിക്കുന്ന ഒരു ശൈലിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 12 മണിയൊക്കെ ആയിരിക്കണം. ആ ഒരു ടൈമിലാണ് പരിപാടിയെല്ലാം കഴിഞ്ഞത്. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വണ്ടിയൊന്നുമില്ല, കാരണം നേർച്ചയാണ്. കാഴ്ചകൾ ഇങ്ങനെ ആ ഒരു ടൈമിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ബ്ലോക്കാണ്, നടന്നിട്ട് തന്നെ പോകണം. എൻ്റെ 2 മക്കളും നടന്ന് ഭയങ്കരമായിട്ട് ടയേർഡായി. അത്രയ്ക്കും അധികം ക്ഷീണമായി എൻ്റെ മോനിക്കൊക്കെ ആയാലും. പിന്നെ ഞങ്ങൾ പോകുന്ന ടൈം 1 മണിയാണ്. ആ ഒരു ടൈമിൽ കാഴ്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും അധികം തിരക്കുണ്ട്. അത്രയ്ക്ക് ഓരോ ആൾക്കാരാ ഈ ഒരു ടൈമിൽ തന്നെ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഒരു കാഴ്ച വരും, അപ്പോൾ വിചാരിക്കും അത് കഴിഞ്ഞിട്ട് പോവാമെന്ന്. പക്ഷെ വീണ്ടും വീണ്ടും ബാക്കിൽ കാഴ്ച കൊണ്ട് വന്നുകൊണ്ടിരിക്കും. പോവാനൊരു സ്പേസ് കിട്ടുന്നില്ല, അത്രയ്ക്കധികം തിരക്കും. പിന്നെ ആനയും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു. രണ്ടും കൽപ്പിച്ച് ആ തിരക്കിനിടയിൽ എങ്ങനെയൊക്കെയോ കൊണ്ട് നടന്നു വീട്ടിലെത്തിയാൽ മതിയായി. മക്കളൊക്കെ ഭയങ്കരമായിട്ട് ടയേർഡായി. അങ്ങനെ ഒരു വിധേന അത് വീട്ടിലെത്തി. ഓക്കെ, ബൈ.